നമ്മളിപ്പോൾ ഈ അദ്വൈതാനുഭൂതിയുടെ പ്രഭാഷണം തുടങ്ങുന്ന സമയത്ത് തമിഴ്നാട്ടിലെ ഒരു സംഭവം ഓർത്തു പോവുകയാണ്. ഏതാണ്ട് 50ഓളം ആളുകൾ ഇന്നലെ ഒരു പാർട്ടിയുടെ സമ്മേളനത്തിൽ വച്ച് ജീവൻ വെടിയുകയുണ്ടായി. അതുപോലെ എല്ലാവരുടെയും ജീവൻ പിരിയേണ്ട ആ സമയമാകുമ്പോൾ കൃത്യമായിട്ടും പിരിഞ്ഞിരിക്കും. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നേടേണ്ടതായിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള അറിവിനെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എത്ര പ്രയാസപ്പെട്ടാണെങ്കിലും അത് ഓരോരുത്തരും നേടുകയാണെങ്കിൽ ഈ ജീവിതം ഫലപ്രദമായിത്തീരും. ഇല്ലെങ്കിൽ വീണ്ടും ജനിച്ചും മരിച്ചും ഇങ്ങനെ ഈ സംസാര സാഗരത്തിൽ അലയേണ്ടി വരും. അതിനിടയാക്കാതെ ഈ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് തന്നെ തിരിച്ചറിഞ്ഞ് ഞാനിൽ നിന്നുള്ള പിടിയിൽ നിന്ന് തന്നെ മോചിപ്പിച്ച് തന്നിൽ താനായിട്ടിരിക്കാനുള്ള ഒരു പ്രാപ്തി ഓരോരുത്തരും ഈ ജീവിതത്തിൽ തന്നെ നേടി എടുക്കണം. അതിനു വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഈ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ നിസ്സാരമാണ് ഞാനിൽ നിന്ന് തന്നിലെ താനിലേക്ക് ഉയരുക എന്നുള്ളത്. അടുത്തത് 74-ാമത്തെ മന്ത്രത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ശിവയേവ സദാ ജീവോ ജീവയേവ സദാശിവഃ വേത്തി ഐക്യമനയോർ യസ്തു സ ആത്മജ്ഞോ ന ച ഇതരഃ. ജീവയേവ ശിവഃ ശിവയേവ ജീവഃ ശിവയേവ സദാ ജീവോ. ജീവൻ ആ സദാ ശിവസ്വരൂപം തന്നെയാണ്. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന തന്നിലെ താൻ. ഇപ്പോൾ നമ്മൾ തന്നിൽ ഞാനായിട്ടിരിക്കുകയാണ്, ജീവഭാവത്തിലിരിക്കുകയാണ്. നാമരൂപധാരിയായിട്ട് നാം നമ്മുടെ സ്വരൂപത്തിൽ നിന്ന് താഴ്ന്ന് ജീവഭാവത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്രയോ ജന്മങ്ങൾ നാം ഇതേ ഭാവത്തിൽ തന്നെ ജീവിച്ചിരിക്കുന്നു, ഇതേ ഭാവത്തിൽ തന്നെ ശരീരം വെടിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ജനിക്കേണ്ടി വരുന്നത്. എന്നാൽ വീണ്ടും വീണ്ടും ജനിക്കാതിരിക്കത്തക്കവണ്ണമുള്ള നില ആർജിക്കുന്നതിന് വേണ്ടിയുള്ള അറിവാണ് ഈ പ്രഭാഷണത്തിലൂടെ നമ്മൾ ഓരോരുത്തരും നേടിക്കൊണ്ടിരിക്കുന്നത്. ഞാനെന്ന് പറയുന്നത് ഈ ജീവനല്ല, ശിവൻ തന്നെയാണ്. ശിവൻ എന്ന് പറഞ്ഞാൽ ശിവം, ആ മംഗളസ്വരൂപം. ഏതൊരു ചൈതന്യമുള്ളത് കൊണ്ടാണോ എന്നിലെ ഞാൻ പ്രവർത്തനക്ഷമമായിരിക്കുന്നത്, ആ ചൈതന്യ സ്വരൂപം, ആ സാക്ഷി സ്വരൂപം, അതാണ് ഓരോരുത്തരുടെയും യഥാർത്ഥ സ്വരൂപം. അതിനെക്കുറിച്ച് ബോധവാനായി ഞാൻ അതാണെന്നുള്ള ഭാവത്തിൽ തൻ്റെ ശ്രദ്ധയെ ആരാണോ സദാ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് അതുമാത്രമാണ് അതിനുള്ള മാർഗം. ആ അറിവിലേക്ക് നാം നമ്മെ ഉണർത്തണം, ഉദ്ധരിപ്പിക്കണം. അതാണ് ഭഗവത്ഗീത ആവശ്യപ്പെടുന്നത്. ഉദ്ധരേദാത്മനാത്മാനം. വേറൊന്നും ആവശ്യമില്ല. നിങ്ങളുടെ കുടുംബത്തിൽ നിന്നൊഴിയേണ്ട കാര്യമില്ല. ഭാര്യയെ കളയേണ്ട, മക്കളെ കളയേണ്ട, എല്ലാം നിലനിർത്തിക്കൊണ്ട്. അതെല്ലാം പ്രാരബ്ധാനുസാരം നിങ്ങൾക്ക് വന്നു ഭവിച്ചിട്ടുള്ളതാണ്. അതെല്ലാം അനുഭവിച്ചു തന്നെ തീർക്കണം. ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ അറിവിലേക്ക് ഉണർന്ന് ആരാണോ തൻ്റെ ശ്രദ്ധയെ തന്നിലെ ഞാനിൽ നിന്ന് വിടർത്തി തന്നിൽ തന്നെയുള്ള ആ സാക്ഷി സ്വരൂപത്തിലേക്ക് ഉയർത്തി അതിൽ
പ്രതിഷ്ഠിപ്പിക്കുന്നത്, അതിൽ സ്ഥിതി ചെയ്യിപ്പിക്കുന്നത്. അതാണ് ഓരോരുത്തരും നേടേണ്ടതായിട്ടുള്ള ഒരേ ഒരു കാര്യം. തൻ്റെ പ്രജ്ഞ അതിൽ സ്ഥിരപ്പെടുത്തണം, അതിൽ സ്ഥിതി ചെയ്യിക്കണം. തന്നിലെ താനിൽ, ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഞാനായിട്ടിരിക്കുന്നു. ആ ഞാനായിട്ടിരിക്കുന്ന നിലയെ തന്നിലെ താനിലേക്ക് ഉദ്ധരിപ്പിച്ച് ആ താൻ ഭാവത്തിൽ നിങ്ങൾ കഴിയുമ്പോഴും ഞാൻ ഭാവത്തിലുള്ള നമ്മുടെ പ്രാരബ്ധ നില തുടർന്നുകൊണ്ടേയിരിക്കും. അത് ശരീരം പ്രാരബ്ധം തീരുവോളം ഈ ശരീരത്തിൽ തുടർന്നേ ഒക്കൂ. അതിനു മുൻപ് തൻ്റെ നില ഭദ്രമാക്കിയാലും പ്രാരബ്ധാനുസാരമുള്ള അനുഭവങ്ങൾ അപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷേ പ്രാരബ്ധം തീർന്നു കഴിഞ്ഞാൽ ആ ഉയർത്തപ്പെട്ട നിലയിലേക്ക് എത്തിയ ആളിന് പുനർജന്മമില്ല. തന്നിലെ താനിലേക്ക് തന്നെ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ, അതാണ് ജീവിച്ചിരിക്കുമ്പോൾ ഈ പ്രാരബ്ധം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തരും ചെയ്യേണ്ടതായിട്ടുള്ളത്. അത് കർമ്മത്തിലൂടെ ഒന്നും സാധ്യമല്ല. കർമ്മത്തിലൂടെ എല്ലാം നമുക്ക് കിട്ടുന്നത് ചിത്തശുദ്ധി മാത്രം. ഈ അറിവ് നേടി ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ ഞാനല്ല. ഞാനെന്ന് പറയുന്നത് ആ ഞാനിനെയും നിലനിർത്തിക്കൊണ്ട് എന്നിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം, അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം, എന്നിലെ ശിവം. അതാണ് ഇവിടെ പറയുന്നത്, ശിവയേവ സദാ ജീവോ. ആ ശിവം തന്നെയാണ് ജീവഭാവത്തിൽ താഴ്ന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അറിവിലൂടെ ഈ നാമരൂപധാരിയായി ജീവഭാവത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഞാൻ എന്നിലെ ശിവസ്വരൂപം തന്നെയാണ്. എന്നിലെ ശിവസ്വരൂപമെന്നറിഞ്ഞ് നിങ്ങൾ ആ ഭാവത്തിലേക്ക് നിങ്ങളെ ഉദ്ധരിപ്പിക്കുന്ന അവസരത്തിൽ നിങ്ങൾ അൺലിമിറ്റഡ് ആയിട്ട് മാറുകയാണ്. ഞാൻ ഭാവത്തിലാകുമ്പോൾ ലിമിറ്റഡായി, ഈ ശരീരത്തിൽ മാത്രം. തന്നിലെ താൻ ഭാവത്തിലേക്ക് തന്നെ ഉയർത്തുകയാണെങ്കിൽ നിങ്ങൾ ഈ ശരീരത്തിലും എല്ലാ ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന ആ ഏകമായ സച്ചിദാനന്ദ സ്വരൂപം. അതാണ് ഏക ഏവ ഹി ഭൂതാത്മാ ഭൂതേ ഭൂതേ വ്യവസ്ഥിത എന്ന് പറയുന്നത്. ശിവയേവ സദാ ജീവോ ജീവയേവ സദാശിവ വേത്തി ഐക്യമനയോർ യസ്തു സ ആത്മജ്ഞോ ന ഇതരഃ ന ച ഇതരഃ ന ചേതരഃ. ആത്മജ്ഞൻ, ആത്മജ്ഞാനി, ആത്മാവിനെക്കുറിച്ച് ജ്ഞാനമുള്ളയാൾ, അതാണ് ആത്മജ്ഞാനം. നാം ഇപ്പോൾ ജീവിച്ച് കൊണ്ടിരിക്കുന്നത് അന്യജ്ഞാനത്തിലാണ്, അനാത്മജ്ഞാനത്തിലാണ്. ആത്മജ്ഞാനത്തിലേക്ക് തൻ്റെ ശ്രദ്ധയെ ഉദ്ധരിപ്പിക്കണം. ഞാനെന്ന് പറയുന്നത് ആ ആത്മസ്വരൂപം, എന്നിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യ സ്വരൂപം, അതാണ് എന്നിലെ യഥാർത്ഥ ഞാൻ, അതായത് എന്നിലെ താൻ. അതാണ് ഞാനും താനും തമ്മിലുള്ള വ്യത്യാസം. രണ്ടും നമ്മുടെ ഭാവങ്ങളാണ്. ഒന്ന് ബിംബം, മറ്റത് പ്രതിബിംബം. തന്നിലെ താൻ ബിംബം, ഈശ്വരസ്വരൂപം, സാക്ഷിസ്വരൂപം. അതിൻ്റെ പ്രതിബിംബമാണ് തന്നിലെ ഞാൻ. ആ ഭാവത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലൗകിക ജീവിതത്തിൽ വെച്ച് ഈ അറിവിലേക്ക് ഉണർന്ന് ഏതു നിമിഷവും നിങ്ങൾക്ക് നിങ്ങളെ സ്വരൂപജ്ഞാനത്തിലേക്ക് ഉയർത്താൻ സാധിക്കും, ആത്മജ്ഞാനത്തിലേക്ക് ഉയർത്താൻ സാധിക്കും. ഈ നാമരൂപധാരിയായ ഞാനല്ല. നിങ്ങൾ ഓരോരുത്തരും ആ അറിവിലേക്ക് ഉണരണം. നിങ്ങളാണായാലും പെണ്ണായാലും അതൊക്കെ ജീവഭാവത്തിലുള്ള ഭേദങ്ങളാണ്. തന്നിലെ താൻ ഭാവത്തിൽ ആണുമില്ല പെണ്ണുമില്ല. തൻ്റെ സ്വരൂപം, ആ സാക്ഷിസ്വരൂപം, അതാണുമല്ല പെണ്ണുമല്ല, ഈശ്വര സ്വരൂപം. ആ ഈശ്വര സ്വരൂപത്തിൽ ആണില്ലേ പെണ്ണില്ലേ അതെന്നൊക്കെ പറയുന്നു, അതൊക്കെ നമ്മുടെ കൽപ്പനകളാണ്. അതൊക്കെ ബ്രഹ്മം ഉപാധി സഹിതമായിട്ട് തീരുമ്പോൾ വരുന്ന
ഭാവഭേദങ്ങളാണ്. ഉപാധിരഹിതമായിട്ടുള്ള ആ ബ്രഹ്മനിലയിലേക്ക് ആണ് നമ്മൾ ഓരോരുത്തരും ഉയരേണ്ടതായിട്ടുള്ളത്. നിങ്ങൾ തന്നിലെ താൻ ഭാവത്തിലേക്ക് ഉയർന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ബ്രാഹ്മി ഭാവം നിങ്ങളിൽ എത്തിച്ചേരും. ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ അതിനുള്ള അവസരം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അത് ഒരിക്കലും പാഴാക്കി കളയരുത്. പാഴാക്കി കളയാതിരിക്കണമെങ്കിൽ എന്താ വേണ്ടത്? നിരന്തര വിചാരം. എന്ത് വിചാരം? ഞാനെന്ന് പറയുന്നത് ഈ ഗോമതിയോ കുട്ടപ്പനോ നായരോ ഈഴവനോ ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ അല്ല. ഞാൻ ആ നാമരൂപരഹിതമായ ആ സാക്ഷി ചൈതന്യം. എന്നിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിട്ട് എന്നിലിരിക്കുന്ന ആ ചൈതന്യം. ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോഴും ആ ഉറക്കത്തിനും സാക്ഷിയായിട്ട് എന്നിൽ പ്രകാശിച്ചു നിൽക്കുന്ന ആ സാക്ഷി സ്വരൂപം. അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന ബോധത്തിലേക്ക് ഉണർന്ന് ജാഗ്രത അവസ്ഥയിലും ഞാൻ ഭാവത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഏതൊരാളിൻ്റെ ശ്രദ്ധയാണോ അതിലേക്ക് ഉണർന്നു നിൽക്കുന്നത്. നമ്മൾ സിനിമ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിലെ തിരശീലയെ കാണാൻ പറഞ്ഞതുപോലെ സിനിമ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് എന്തെല്ലാം പ്രശ്നങ്ങൾ നടക്കുന്നു. വെള്ളപ്പൊക്കമുണ്ടാകുന്നു, അഗ്നി കത്തി ഉയരുന്നു, മറ്റുള്ള അഴുക്ക വസ്തുക്കളൊക്കെ അതിനകത്ത് വന്നു ചേരുന്നു. ഒന്നും ആ തിരശീലയെ ബാധിക്കുന്നില്ല. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ എന്ന് പറയുന്നത് പോലെ ഒന്നും ആ ആത്മാവിനെ ബാധിക്കുന്നതേ അല്ല. അതുപോലെ സിനിമ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അഗ്നിജ്വാലയോ ജലപ്രളയമോ ഒന്നും ആ തിരശീലയെ ബാധിക്കാതിരിക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിലുള്ള ആത്മചൈതന്യത്തെ ഈ ജീവിതത്തിലെ ഒന്നും ജനനമോ മരണമോ കർമ്മ വൈവിധ്യങ്ങളോ ഒന്നും ബാധിക്കുന്നില്ല. എന്തിന്? നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തെ. ആ തിരശീലയെ സിനിമ കണ്ടു നടന്നുകൊണ്ടിരിക്കുമ്പോഴുള്ള ഭാവഭേദങ്ങൾ ഒന്നും തിരശീലയെ ബാധിക്കാതിരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലുള്ള ജനന മരണാദി കർമ്മ കാര്യങ്ങൾ ഒന്നും ആത്മാവിനെ ബാധിക്കുന്നതല്ല. അതുകൊണ്ട് എപ്പോഴും തൻ്റെ യഥാർത്ഥ സ്വരൂപം ആ ആത്മചൈതന്യമാണ് എന്നുള്ള ബോധം ഉണർന്ന് ആ ബോധത്തിൽ തന്നെ തൻ്റെ ശ്രദ്ധയെ ആരാണോ സദാ നിലനിർത്തുന്നത് അയാൾക്ക് മാത്രമേ ഈ നിലയിലേക്ക് തന്നെ ഉയർത്താൻ സാധിക്കൂ. ആണെന്നോ പെണ്ണെന്നോ ഒരു വ്യത്യാസവുമില്ല. ബ്രാഹ്മണനെന്നോ ക്ഷത്രിയനെന്നോ വൈശ്യനെന്നോ ശൂദ്രനെന്നോ പറയനെന്നോ പുലയനെന്നോ ഒരു വ്യത്യാസവുമില്ല ആർക്കും. അവിടെ ജാതിയിൽ ഉയർന്നവനുമില്ല, ജാതിയിൽ താഴ്ന്നവനുമില്ല. ഒരു മഹാവീർ പ്രസാദിൻ്റെ ഒരു ഉദാഹരണം പറയാം. മഹാവീർ പ്രസാദ് എന്ന് പറയുന്ന ഒരു ഹിന്ദി സ്കോളർ, വലിയ എഴുത്തുകാരനായിരുന്നു. അദ്ദേഹം ഒരിക്കലിങ്ങനെ നടന്നു വരുമ്പോൾ ഒരാൾക്കൂട്ടത്തിൻ്റെ സമീപത്ത് ഒരു കുട്ടി ഏങ്ങി കരയുന്നു. അപ്പോൾ ആ മഹാവീർ പ്രസാദ് അത് കുട്ടിയുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. ആളുകളെയൊക്കെ തള്ളി മാറ്റി ആ കുട്ടിയുടെ അടുത്തേക്ക് ചോദിച്ചു, എന്താ കുട്ടി നീ വിമ്മി കരയുന്നുണ്ടല്ലോ, ഏങ്ങി കരയുകയാണല്ലോ, എന്താ പറ്റിയത്? അപ്പോൾ ആ കുട്ടി പറഞ്ഞു, എന്നെ ഒരു പാമ്പ് കടിച്ചു. ഉടനെ ഇദ്ദേഹം ചോദിച്ചു, എവിടെയാണ് പാമ്പ് കടിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി തൻ്റെ കാല് കാണിച്ചു കൊടുത്തു. അവിടെ ചോര പൊടിഞ്ഞിരിക്കുന്നു ആ കടിച്ച സ്ഥാനത്ത്. അപ്പോൾ ആൾക്കൂട്ടത്തിൽ നിൽക്കുന്ന ആളുകൾ ഒക്കെ ഇദ്ദേഹത്തെ കണ്ട് ചോദിച്ചു, ഇദ്ദേഹത്തെ നോക്കിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇദ്ദേഹം ഉടനെ തന്നെ പറഞ്ഞു, ഒരു ചരട് കിട്ടുമെങ്കിൽ തരൂ എന്ന് അവിടെ നിന്ന് അദ്ദേഹം കൂടെ നിന്നവരോട് ചോദിച്ചു. ആരും ഒരു ചരടെടുത്ത് കൊടുക്കുന്നില്ല. ഉടനെ തന്നെ അദ്ദേഹം തൻ്റെ ഉടുപ്പിനകത്ത് ഉണ്ടായിരുന്ന ബനിയനും ഊരി
ആ ബലിയൻ്റെയും ഉള്ളിൽ ഉണ്ടായിരുന്ന ഉപവീതം പൂണുനൂല് എടുത്ത്, അപ്പോൾ ഇദ്ദേഹം ബ്രാഹ്മണനാണ് എന്ന് ആ കൂടി നിന്ന ആളുകൾക്ക് മനസ്സിലായി. ഉടനെ തന്നെ ആളുകൾ പറഞ്ഞു, അങ്ങ് എന്താണ് ഈ കാണിക്കുന്നത്? അങ്ങൊരു ബ്രാഹ്മണനല്ലേ? ഈ കുട്ടി നീചജാതിയിൽ ജനിച്ച ഒരു മ്ലേച്ഛനാണ്, ഈ കുട്ടിയെ അങ്ങ് തൊടുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളങ്ങോട്ട് മാറി നിൽക്കുക എന്ന് പറഞ്ഞിട്ട് ആ പൂണുനൂലെടുത്ത് ആ കുട്ടിയുടെ കാലിൽ ബലമായിട്ട് കെട്ടിക്കൊടുത്തു. ഉടനെ കൂടി നിന്നവരിൽ ഒരാൾ പറഞ്ഞു, നിങ്ങൾ അടുത്ത ജന്മത്തിൽ നരകത്തിൽ കിടന്ന് പൊരിയും, നരകത്തിലിട്ട് നിങ്ങളെ വറുക്കും, ഈ ഹീനകൃത്യം നിങ്ങൾ ചെയ്തത് സാരമില്ല എന്ന് പറഞ്ഞ് അയാൾ ആ കുട്ടിയെയും എടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് പോയി. ഇതാണ് കർമ്മത്തിലൂടെ നമുക്ക് നമ്മെ ഈശ്വരത്വത്തിലേക്ക് ഉയർത്താൻ കഴിയുന്ന മാർഗം. ജീവഭാവത്തിൽ നിന്ന് ഈശ്വരീയ ഭാവത്തിലേക്ക് നമുക്ക് നമ്മെ ഉയർത്താൻ കഴിയുന്നത് കർമ്മത്തിലൂടെ സാധ്യമാകും. ഇതാണ് ഇപ്പോഴും നിലനിൽക്കുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ രാജ്യത്ത്. അതുകൊണ്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അറിവാണ്. അറിവിലൂടെ ഞാനെന്ന് പറയുന്നത് ഇത് അറിവിലൂടെ നമുക്ക് നേടാൻ നിസ്സാരമായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ജ്ഞാനയോഗം ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറയുന്നത്. ഇവിടെ ഒരു കർമ്മത്തിൻ്റെയും ആവശ്യമില്ല. ആ അറിവ് നിലയിലേക്ക് നിങ്ങൾ സ്വയം ഉദ്ധരിക്കുക. യെസ്, ഈ നിമിഷം ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ കുട്ടപ്പനോ ഗോപാലകൃഷ്ണനോ ഈഴവനോ നായരോ നാടാരോ ഒന്നുമല്ല. ഞാൻ നാമരൂപരഹിതമായ ആ സാക്ഷി ചൈതന്യം. എന്നിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ സാക്ഷി ചൈതന്യം, അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം. എന്നിലെ യഥാർത്ഥ ഞാൻ എന്ന് പറഞ്ഞാൽ എന്നിലെ താൻ. ആ ഞാൻ തന്നെയാണ് താനായിട്ടിരിക്കുന്നത്. ഞാൻ തന്നെയാണ് താനായിട്ടിരിക്കുന്നത്, താൻ തന്നെയാണ് ഞാനായിട്ടിരിക്കുന്നത്. ഒന്ന് ബിംബം, മറ്റത് പ്രതിബിംബം, അത്രയേ ഉള്ളൂ വ്യത്യാസം. അതാണ് ഇവിടെയും പറയുന്നത്, ശിവയേവ സദാ ജീവോ ജീവയേവ സദാശിവ. ജീവൻ ആ സദാശിവ സ്വരൂപം തന്നെയാണ്. ഏതൊരാളാണോ ഈ അറിവിലേക്ക് നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ ഉദ്ധരിപ്പിക്കാൻ സാധിക്കും. യെസ്, മനസ്സിലായി സ്വാമി. ഈ നാമരൂപധാരിയായ വസന്തയോ ഗോപാലകൃഷ്ണനോ കുട്ടപ്പനോ ഔസേപ്പോ ബഷീറോ അല്ല ഞാൻ. നാമരൂപരഹിതമായ ആ സാക്ഷി ചൈതന്യം, എന്നിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം. ഈ ജന്മത്തിനും ഇതപര്യന്തം ഏതെല്ലാം പ്രാവശ്യം ഏതെല്ലാം ശരീരങ്ങളിൽ ഞാൻ ജീവിച്ചിട്ടുണ്ടോ അതിനും എല്ലാം സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യ സ്വരൂപം, അതാണ് എന്നിലെ യഥാർത്ഥ ഞാൻ, അതായത് എന്നിലെ താൻ. ആ ഭാവത്തിലേക്ക് എന്നാണോ നിങ്ങൾക്ക് നിങ്ങളെ ഉദ്ധരിപ്പിക്കാൻ സാധിക്കുന്നത്, അന്ന് മാത്രമേ നിങ്ങൾ ആധ്യാത്മികതയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നുള്ളൂ. ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ ഈ താടിയും വെച്ച് കാഷായം ഇട്ടുകൊണ്ട് നടന്നാലൊന്നും ആധ്യാത്മികത കിട്ടത്തില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ അറിവ് നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ കുടുംബത്തിൽ ഭാര്യയായിട്ടും മക്കളായിട്ടും ഒക്കെ കഴിഞ്ഞാലും ഉദ്യോഗസ്ഥനായിട്ടും ഉദ്യോഗമില്ലാതെയും തൊഴിലാളിയായിട്ടും ഏതവസ്ഥയിൽ കഴിയുന്നയാളാണെങ്കിലും ഈ അറിവിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഉണർന്നിട്ടുണ്ടോ? ഈ എന്നിലെ നാമരൂപധാരിയായ ഞാനല്ല, എന്നിലെ യഥാർത്ഥ ഞാൻ, ആ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ സാക്ഷി ചൈതന്യം, അതാണ് എന്നിലെ യഥാർത്ഥ ഞാൻ, അതാണ് എന്നിലെ താൻ എന്ന ബോധത്തിലേക്ക് ഉണർന്ന് ആ ഭാവത്തിൽ നിന്നുകൊണ്ട് ആ ഭാവത്തിൽ നിന്ന് ഒരു നിമിഷം പോലും വ്യതിചലിക്കാതെ തൻ്റെ ശ്രദ്ധയെ അതിൽ തന്നെ നിലനിർത്തിക്കൊണ്ടിരിക്കണം. അതാണ് ശ്രദ്ധാവാൻ ബലവാൻ ഭവതി യോ യഃ ശ്രദ്ധഃ സ ഏവ സഃ. ആ ശ്രദ്ധ ആരിലുണ്ടോ
ആ ശ്രദ്ധ. അഹം ബ്രഹ്മേതി നിശ്ചിത്യ, എന്താ അത്? അഹംഭാവം പരിത്യജ്യ, ഞാൻ ആ ബ്രഹ്മമാണ് എന്നുള്ള ഭാവം സദാ നിലനിർത്തിക്കൊണ്ട് തൻ്റെ അഹംഭാവം, ഞാൻ ഭാവം നിങ്ങൾ കളയുമ്പോൾ നിങ്ങൾ ഏത് ഭാവത്തിലാണ് നിൽക്കുന്നത്? താൻ ഭാവത്തിൽ, തന്നിലെ താൻ, ഈശ്വരസ്വരൂപം. ഈശ്വരനുണ്ടോ എന്ന് ചോദിച്ചാൽ എവിടെ ഉണ്ട്? നിങ്ങൾ തന്നെയാണ് ഈശ്വരൻ. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ താൻ ഭാവം ഈ ശരീരത്തിലും സർവ ശരീരങ്ങളിൽ കൂടിയും വ്യാപിച്ചിരിക്കുന്ന ഏകോ ദേവഃ സർവഭൂതേഷു ഗൂഢഃ സർവവ്യാപി സർവഭൂതാന്തരാത്മാ കർമാധ്യക്ഷഃ സാക്ഷി ചേത കേവലോ നിർഗുണശ്ച. ആ സാക്ഷി സ്വരൂപം അതാണ് താനെന്ന് ബോധിച്ച് ആ ഭാവത്തിൽ നിങ്ങൾ ഈ ശരീരത്തിൽ പ്രകാശിക്കുമ്പോൾ നിങ്ങൾ ഈശ്വര സ്വരൂപം. മായയുമായിട്ട് കലർന്നിരിക്കുമ്പോഴാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. മായാരഹിതമാകുമ്പോൾ ബ്രഹ്മം തന്നെയാണ്. ഈ അജ്ഞാനത്തെ ഏതൊരാളാണോ കഴുകിക്കളയുന്നത്, എന്താ അജ്ഞാനം? ഞാനെന്ന് പറയുന്നത് ഈഴവനാണ്, നായരാണ്, കുട്ടപ്പനാണ്, ഗോപാലകൃഷ്ണനാണ്. ഈ തരത്തിലുള്ള ഭാവനയിൽ നിന്ന് തന്നെ വിടർത്തി ഞാനെന്ന് പറയുന്നത് ആ ഈശ്വര സ്വരൂപം തന്നെയാണ്, ആ സാക്ഷി സ്വരൂപം തന്നെയാണ്, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം വിനശ്യൽ സ്വവിനശ്യന്തം യപശ്യതി സപശ്യതി. തന്നിൽ തന്നെ ഇരിക്കുന്ന നശ്വരമായ ഈ ശരീരത്തിനകത്തിരിക്കുന്ന ആ അവിനാശിയായ വസ്തു, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് അതിനെ കാണാതെ കാണണം. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സ്ക്രീനിനെ കാണാൻ കഴിയുന്നത് പോലെ കാണണം എന്ന് ആഗ്രഹമുള്ള ആർക്കും കാണാം, അല്ലേ? സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ചിത്രം ഓടുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ആ വെളുത്ത സ്ക്രീൻ മാത്രം, അതിനെ ഭാവനയിൽ കൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും അതിനെ കാണാൻ സാധിക്കും. അതുപോലെ ലൗകിക ജീവിതത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഞാൻ ഭാവത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾക്ക് തന്നിലെ താൻ ഭാവത്തെ, തന്നിലെ തന്നെ കാണാൻ സാധിക്കും. പശ്യതി സപശ്യതി. അങ്ങനെ മാത്രമേ നമുക്കതിനെ കാണാൻ സാധിക്കൂ. അല്ലാതെ ഈ ലൗകികത്തിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ല. ഒളിച്ചോടി എങ്ങോട്ട് പോകാൻ സാധിക്കും? ഈ ലോകത്ത് തന്നെയല്ലേ നിൽക്കാൻ സാധിക്കൂ. അതുകൊണ്ട് ലൗകികത്തിൽ നിന്ന് ഒളിച്ചോടേണ്ട കാര്യമൊന്നുമില്ല. അവിടെ തന്നെ നിന്നുകൊണ്ട് ഏതൊരാളിനും ഈശ്വരീയതയിലേക്ക് അറിവിലൂടെ സ്വയം തന്നെ ഉദ്ധരിപ്പിക്കാൻ സാധിക്കും. അത് നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതാണ് അജ്ഞാനമലഭംഗം യക്ഷാളയേത് ജ്ഞാനതോയതഃ. ജാബാല ദർശനോപനിഷത്ത് പറയുന്നതാണ്. അജ്ഞാനമലഭംഗം. എന്താ അജ്ഞാനമലഭംഗം? ഞാൻ നാമരൂപധാരിയ ഞാനാണ്. കുട്ടപ്പനാണ്, ഗോപാലകൃഷ്ണനാണ്, ഹിന്ദുവാണ്, ക്രിസ്ത്യാനിയാണ്, മുസൽമാനാണ്. ഈ തരത്തിലുള്ള ഭാവനയാണ് നമ്മിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന അജ്ഞാനമലഭംഗം, അറിവില്ലായ്മ. അതിനെ ആരാണോ ജ്ഞാനതോയതഃ ജ്ഞാനമാകുന്ന വെള്ളത്താൽ കഴുകിക്കളയുന്നത്, അറിവിലൂടെ അതിനെ കഴുകിക്കളയുന്നത്. എന്താ അറിവ്? ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ ഞാനല്ല, പിന്നെയോ ആ നാമരൂപധാരിയായ ഞാനിനെയും നിലനിർത്തിക്കൊണ്ട് ഈ ശരീരത്തിൽ എന്നിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം, ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ പോലും ആ ഉറക്കത്തിനും സാക്ഷിയായിട്ട് ഉണർവോടുകൂടി എന്നിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആ ചൈതന്യത്തെ സിനിമ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏതൊരാളിനും ആ സ്ക്രീനിനെ കാണാൻ സാധിക്കുന്നത് പോലെ നിങ്ങൾക്കും
ഈ ഞാൻ ഭാവത്തിൽ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നിലെ താൻ ഭാവത്തെ കാണാൻ സാധിക്കും. അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് ആ നിലയിലേക്ക് നിങ്ങളെ ഉദ്ധരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനൊരു കർമ്മത്തിൻ്റെയും ആവശ്യമില്ല. ജസ്റ്റ് ഭാവ. യദ്ഭാവോ തദ്ഭവതി. ശരീരമാത്മാനം മന്യമാനഃ ശരീരാത്മാ ഭവതി. സച്ചിദാനന്ദ സ്വരൂപഃ അഹമിതി മന്യമാനഃ ബ്രഹ്മൈവ ഭവസി. ഒരു സംശയവുമില്ല. ഞാൻ ഈ ശരീരമാണ് എന്നുള്ള ഭാവത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് എങ്കിൽ നിങ്ങൾ ശരീരാത്മാവായിട്ട് തന്നെ തുടർന്നു കൊണ്ടിരിക്കും. അവസാനം ഈ പ്രാരബ്ധം തീരുമ്പോൾ, അനുവദിച്ചിരിക്കുന്ന സമയം തീരുമ്പോൾ, തമിഴ്നാട്ടിലെ കരൂര് ഇന്നലെ 50 പേരോളം മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആൾക്കൂട്ടത്തിനിടയിൽ തിങ്ങി ഞെരുങ്ങി. നടൻ വിജയിൻ്റെ സമ്മേളനം. ഈ മരിച്ചവരുടെ എല്ലാം പ്രാരബ്ധാനുസാരം ഒന്നിച്ച് ജീവൻ വെടിയേണ്ട സമയമാണ്. അവരെ കാറ്റടിച്ച് കരിയിലകളെ പറത്തിക്കൊണ്ട് വരുന്നത് പോലെ അവിടെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ആ സമയമായപ്പോൾ കൃത്യമായിട്ടും സംഭവിച്ചിരിക്കുന്നു. ഇതൊക്കെ സംഭവിക്കേണ്ടതാണ്, കൃത്യമായിട്ടും സംഭവിക്കേണ്ടതാണ്. ആ സമയത്ത് ശരീരം വെടിയേണ്ട ആൾക്കാരെ അവിടെ തന്നെ പ്രകൃതി കൊണ്ടെത്തിച്ചിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ എങ്ങനെയൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളായാലും ഈ ശരീരത്തിൽ നിന്ന് വിട പറയേണ്ടി വരുന്ന സന്ദർഭമാകുമ്പോൾ എവിടെയായാലും അവിടെ വച്ച് വിട പറയേണ്ടി വരും, വിട പറഞ്ഞിരിക്കും. അതിനു മുൻപ് പ്രിയമുള്ളവരെ, ഈ അറിവ് നിലയിലേക്ക് നിങ്ങളെ ഉദ്ധരിപ്പിക്കണം. ഏതാ അറിവ് നില? ശിവയേവ ജീവഃ ജീവയേവ ശിവഃ. ഈ ജീവൻ എന്ന് പറയുന്നത് ആ ശിവസ്വരൂപം തന്നെയാണ്. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ വെള്ള തിരശീലയെ കാണാൻ കഴിയുന്നത് പോലെ ആർക്കാ കാണാൻ കഴിയുന്നത്? കാണണമെന്ന് ആഗ്രഹമുള്ളവന്. ഇല്ല, എല്ലാവർക്കും കാണാൻ കഴിയില്ല. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും അത് കാണണമെന്നുള്ള ആഗ്രഹമുള്ളവന് ആ തിരശീലയെ കാണാൻ സാധിക്കുന്നത് പോലെ ഞാൻ ഭാവത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും തന്നിലെ താൻ ഭാവത്തെ, ആ സാക്ഷി സ്വരൂപത്തെ, ആ ഈശ്വര സ്വരൂപത്തെ നിശ്ചയമായിട്ടും കാണാൻ സാധിക്കും. ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോഴും എന്നിൽ ഉറങ്ങാതെ ഉണർവോടുകൂടി പ്രകാശിച്ചു നിൽക്കുന്ന ആ ചൈതന്യ സ്വരൂപം, ആ സാക്ഷി സ്വരൂപം, അതാണ് എന്നിലെ യഥാർത്ഥ താൻ. നാട്ട് ഞാൻ. നമ്മളെല്ലാവരും ഞാൻ ഭാവത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. അതിന് ആധാരമായിരിക്കുന്ന തന്നിലെ തന്നെ തിരിച്ചറിഞ്ഞ് ഇപ്പോൾ തന്നെ, എന്താ ഇപ്പോഴതിന് തടസ്സമൊന്നുമില്ലല്ലോ. ഞാൻ വീട്ടിൽ പോയി അച്ഛനോട് ചോദിക്കട്ടെ, ഭർത്താവിനോട് ചോദിക്കട്ടെ. ഭർത്താവിനോട് ചോദിച്ചാൽ പറയും, ഏതാ സ്വാമി പറഞ്ഞ? വേണ്ട, സ്വാമിമാരങ്ങനെ പലതും പറയും. ഒരുത്തരും അനുവദിക്കുകയില്ല. ഇത് മറ്റൊരാളിൻ്റെ അഭിപ്രായം കേട്ട് ചെയ്യേണ്ട കാര്യമില്ല. അല്ല, നിങ്ങൾക്ക് സ്വയം ബോധ്യമാകുന്നു എങ്കിൽ നിങ്ങൾ സ്വയം തീരുമാനിക്കണം, യെസ്, ഐ എം നോട്ട് ദിസ് ഞാൻ, ഐ എം ദാറ്റ് താൻ. എന്നിൽ തന്നെയുള്ള ആ സാക്ഷി സ്വരൂപം, ആ ചൈതന്യ സ്വരൂപം നോക്കൂ. അത് എന്നിൽ മാത്രമല്ല, എന്നിലും അവനിലും അവളിലും സർവചരാചരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനി ച ആത്മനി ഈക്ഷതേ യോഗയുക്താത്മാ സർവത്ര സമദർശിനഃ. അവനെയാണ് സമദർശി എന്ന് പറയുന്നത്. തന്നിലെ താനിലേക്ക് ആരാണോ തന്നെ ഉയർത്തി ജീവിക്കുന്നത്, അപ്പോഴും ഞാൻ ഭാവത്തിൽ അയാളുടെ ജീവിതം തുടർന്നുകൊണ്ടിരിക്കും.
അയാൾ കുട്ടപ്പനായിട്ട് തന്നെ ജീവിക്കുന്നു, നായരായിട്ട് തന്നെ ജീവിക്കുന്നു, അല്ലെങ്കിൽ നാടാരായിട്ട് തന്നെ ജീവിക്കുന്നു, അല്ലെങ്കിൽ ബ്രാഹ്മണനായിട്ട് തന്നെ ജീവിക്കുന്നു. അതിനൊന്നും ഒരു കുഴപ്പവുമില്ല. അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അയാളുടെ ഉള്ളിൽ അറിയുന്നു, ഞാൻ നായരുമല്ല, ഈഴവനുമല്ല, ബ്രാഹ്മണനുമല്ല, ക്ഷത്രിയനുമല്ല, നാമരൂപരഹിതമായ, അതാണ് ജാതി നീതി കുലഗോത്ര ദൂരകം, നാമരൂപ ഗുണദോഷവർജിതം, ദേശകാല വിഷയാധിവർത്തി യത് ബ്രഹ്മ, ഞാൻ ആ ബ്രഹ്മസ്വരൂപമാകുന്നു. നാമരൂപരഹിതമായ ആ ബ്രഹ്മസ്വരൂപം. എങ്ങനെ? എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആ ബ്രഹ്മസ്വരൂപം. ആ നാമരൂപരഹിതമായ ബ്രഹ്മസ്വരൂപം മായയുമായിട്ട് ചേരുമ്പോഴാണ് ഈശ്വര സ്വരൂപമായിട്ട് മാറുന്നത്. അവിദ്യയുമായിട്ട് ചേരുമ്പോഴാണ് ജീവസ്വരൂപമായിട്ട് മാറുന്നത്. നമ്മൾ അവിദ്യാസ്വരൂപങ്ങളായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ നിലയിൽ നിന്ന് ഇനി ജന്മമില്ലാത്ത മോക്ഷപ്രാപ്തി, അതാണ് മോക്ഷപ്രാപ്തി. മോക്ഷം എവിടെ നിന്നെങ്കിലും കിട്ടുന്നതല്ല, സ്വർഗത്തിൽ പോയി കിട്ടുന്നതല്ല, മരിച്ചതിന് ശേഷം കിട്ടുന്നതല്ല. ജീവിച്ചിരിക്കുന്ന അവസരത്തിൽ ഏതൊരാളാണോ തന്നിലെ ഞാനിൽ നിന്ന് വിടർത്തി തന്നിലെ താനായിട്ട് മാറ്റി ഈ ശരീരത്തിൽ ഞാൻ ഭാവത്തിൽ ജീവിക്കുന്നത്, ഞാൻ ഭാവത്തിൽ ജീവിക്കുമ്പോഴും അയാൾ തൻ്റെ ശ്രദ്ധയെ ഏതിൽ സ്ഥിരപ്പെടുത്തിയിരിക്കുന്നു? താൻ ഭാവത്തിൽ. ദാറ്റ് ഈസ് ആൻ ആർട്ട്, ഒരു കലയാണത്. ആധ്യാത്മികത എന്ന് പറയുന്നത് ഒരു കലയാണ്. അത് കാണാതെ പഠിക്കാനൊന്നും ഉള്ളതല്ല, കർമ്മം ചെയ്ത് നേടേണ്ടതായിട്ടുള്ളതല്ല, കർമ്മം ചെയ്താലൊന്നും കിട്ടുന്നതല്ല ഇത്. എന്നാൽ കർമ്മം ചെയ്യണ്ടേ എന്ന് ചോദിച്ചാൽ കർമ്മമൊക്കെ സകല കർമ്മങ്ങളും ചിത്തശുദ്ധ്യർത്ഥം, സർവകർമാണി ചിത്തശുദ്ധ്യർത്ഥം ന വസ്തുസിദ്ധ്യർത്ഥം. വസ്തുസിദ്ധി അനുസരിച്ച്, കാരണം അത് സിദ്ധമാകേണ്ടതല്ല. ആത്മാ തു സതതം പ്രാപ്തഃ അപി അപ്രാപ്തവത് അവിദ്യ. നിത്യപ്രാപ്തമായ വസ്തു ഇനി എങ്ങനെ പ്രാപിക്കേണ്ടതായിട്ടുള്ള? നമ്മുടെ ഉള്ളിൽ സ്വരൂപമായിട്ടിരിക്കുകയല്ലേ. അതല്ലേ വേദങ്ങൾ ഉദ്ഘോഷിക്കുന്നത്, മഹാവാക്യം ബോധിപ്പിക്കുന്നത്, തത് ത്വമസി, നീ അതാകുന്നു. അതറിയുന്നവൻ എന്താ പറയുന്നത്? അഹം ബ്രഹ്മാസ്മി, ആ ബ്രഹ്മം ഞാൻ തന്നെയാകുന്നു. അതാണ് നേരത്തെ മന്ത്രം പറഞ്ഞത്, അഹം ബ്രഹ്മേതി നിശ്ചിത്യ അഹംഭാവം പരിത്യജ്യ. അഹംഭാവത്തെ, ഞാനാണെന്നുള്ള ഭാവത്തെ ഒഴിവാക്കുക. പിന്നെ ഏതു ഭാവത്തിലാണ് ഇരിക്കേണ്ടത്? തന്നിലെ താൻ ഭാവത്തിൽ, ആ ഈശ്വര സ്വരൂപത്തിൽ, ആ ശിവസ്വരൂപത്തിൽ, സദാശിവസ്വരൂപത്തിൽ, സദാശിവം, ആ മംഗളസ്വരൂപം, അതാണ് താൻ. ആ ഭാവം തന്നിൽ സദാ നിലനിർത്തിക്കൊണ്ട് ഏതൊരാളിനും ഏത് കർമ്മത്തിലും വ്യാപരിക്കാം. ബാഹ്യമായിട്ട് നിങ്ങൾ പല കർമ്മങ്ങളിലും വ്യാപരിക്കുമ്പോഴും ഉള്ളിൽ കർമ്മരഹിതനായിരിക്കും. ബാഹ്യമായിട്ട് പല പ്രവൃത്തികളും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഉള്ളിൽ തന്നിലെ താൻ ഭാവത്തിൽ കർമ്മരഹിതനായിരിക്കും. ആ താൻ ഭാവത്തിൽ തൻ്റെ ശ്രദ്ധയെ ഉറപ്പിച്ച് സദാശിവസ്വരൂപം. അതിനാണ് നമ്മളെപ്പോഴും പറഞ്ഞത് ആ മന്ത്രം, ശിവോഹം 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 ശിവോഹം. ആ ശിവോഹം 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 എന്നുള്ള മന്ത്രം നിങ്ങൾ ധാരമുറിയാതെ ചൊല്ലിക്കൊണ്ടിരിക്കണം, മനസ്സുകൊണ്ട്, ആരും അറിയാതെ. ഒരുത്തരെയും അറിയിക്കരുത്. ആരെയെങ്കിലും അറിയിച്ചാൽ നിങ്ങളെ കളിയാക്കും, നിങ്ങളെ അതിൽ നിന്ന് മാറ്റിക്കളയും. ഇത് സ്വന്തം അറിവ്. ഞാൻ ഈ നാമരൂപധാരിയായ കുട്ടപ്പനോ ഗോപാലകൃഷ്ണനോ അല്ല, നാമരൂപരഹിതമായ ആ ശിവം. ശിവം എന്ന് പറഞ്ഞാൽ ആ ചൈതന്യ സ്വരൂപം, ആ സാക്ഷിസ്വരൂപം, സർവ്വ ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന, ഹിന്ദുവിൽ കൂടിയും ക്രിസ്ത്യാനിയിൽ കൂടിയും മുസൽമാനിൽ കൂടിയും സർവ്വചരാചരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന ആ ഏകമായ ചൈതന്യം. ഏകോ ദേവഃ സർവഭൂതേഷു ഗൂഢഃ സർവവ്യാപി. ആ സർവവ്യാപിയായ ശിവം, മംഗളസ്വരൂപം,
അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം, എന്നിലെ താൻ എന്ന് തിരിച്ചറിഞ്ഞു വേണം ശിവോഹം എന്ന മന്ത്രം ചൊല്ലാൻ. വെറുതെ ശിവോഹം 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒന്നും കിട്ടത്തില്ല. നിങ്ങൾ ശിവോഹം പറയുന്ന സമയത്ത് ഈ ഭാവം നിങ്ങളിലുണ്ടായിരിക്കണം. യദ്ഭാവോ തദ്ഭവതു. വെറുതെ കിട്ടത്തില്ല. എപ്പോഴും ആ ഭാവത്തിൽ തന്നെ നിങ്ങളെ ഉദ്ധരിപ്പിച്ച് നിർത്തിയിരിക്കണം. അതാണ് ഭഗവത്ഗീതയും ആവശ്യപ്പെടുന്നത്. ഉദ്ധരേതാത്മനാത്മാനം. സ്വാമി ആ മന്ത്രം എനിക്കറിയാം, ഭഗവത്ഗീതയിലെ അല്ലേ? മന്ത്രം അറിഞ്ഞിട്ടെന്ത് പ്രയോജനം? ഉദ്ധരേതാത്മനാത്മാനം മന്ത്രം അറിഞ്ഞിട്ടെന്ത് പ്രയോജനം? കാണാതെ അറിയാം സ്വാമി, എന്ത് പ്രയോജനം? നിങ്ങളെ ഉദ്ധരിപ്പിച്ചിട്ടുണ്ടോ? ഈ ഞാൻ ഭാവത്തിൽ നിന്ന് തന്നിൽ തന്നെയുള്ള ആ ശിവഭാവത്തിലേക്ക്, ആ മംഗളസ്വരൂപത്തിലേക്ക്, ആ സാക്ഷി ചൈതന്യത്തിലേക്ക് നിങ്ങളെ ഉദ്ധരിപ്പിച്ച് ആ ഭാവത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ സദാ നിലനിർത്തുന്നുണ്ടോ? ദാറ്റ് ഈസ് സ്പിരിച്വാലിറ്റി. ആധ്യാത്മികത എന്ന് പറയുന്നത് അതാണ്. അല്ലാതെ ഈ വേഷം കെട്ടി നടന്നാലൊന്നും ആധ്യാത്മികത കിട്ടത്തില്ല. ഈ ഭാവം നിലനിർത്തുന്നതിന് ഈ വേഷത്തിൻ്റെ ആവശ്യമേ ഇല്ല. അതിന് സ്ത്രീ എന്നോ പുരുഷനെന്നോ ഉള്ള യാതൊരു വ്യത്യാസവുമില്ല. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, സ്ത്രീകൾക്ക് ദീക്ഷ കൊടുക്കാൻ പാടില്ല എന്നൊക്കെ മഹാപുരുഷന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ തെറ്റാണ്. എല്ലാവർക്കും ഇതാകാം. ഈ ബോധത്തിലേക്ക് ആർക്ക് ഉണരാനുള്ള പ്രാപ്തിയുണ്ടോ അവർക്ക് അതാകാം. അതേത് ജാതിയിൽപ്പെട്ടവനായാലും ഏത് മതത്തിൽപ്പെട്ടവനായാലും, അത് പുരുഷനായാലും സ്ത്രീയാണെങ്കിലും. അല്ലേ? ജനകൻ്റെ മുമ്പിലൊക്കെ നിന്ന് മൈത്രേയൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ആ സ്ത്രീയുടെ വൈഭവം. അതുകൊണ്ട് സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നും ഇവിടെ ഇല്ല. സർവ്വ ആളുകൾക്കും മനുഷ്യ ശരീരത്തിലായിരിക്കണം. അത് മാത്രമാണ് ആവശ്യമായിട്ടുള്ള ഒരേ ഒരു ഘടകം. അപ്പോൾ ഇത് കേൾക്കാനുള്ള അവസരം കിട്ടുന്നത് തന്നെ ഇല്ലേ? ശ്രവണായ ബഹുബിർ യോ ന ലഭ്യ. കേൾക്കാൻ പോലും അവസരം കിട്ടുകയില്ല. നമുക്കിപ്പോൾ വളരെ സുഗമമായിട്ട് നിരന്തരമായിട്ട് അതിനെക്കുറിച്ച് മാത്രം കേൾക്കാൻ സാധിക്കുന്നു. ഇതിനെ നിസ്സാരമായിട്ട് തള്ളിക്കളയാതെ ഏതൊരാളാണോ ശ്രദ്ധാപൂർവം സദാസമയവും അതിനെ ബോധിച്ച് ആ ഭാവത്തിലേക്ക് തൻ്റെ ശ്രദ്ധയെ ഉയർത്തി ആ ശിവഭാവത്തിൽ, ശിവഭാവം എന്ന് പറയുമ്പോൾ ആ പാമ്പൊക്കെ ഇട്ടിരിക്കുന്ന മറ്റേ പാർട്ടിയെ അല്ല ഉദ്ദേശിക്കുന്നത്. ശിവഭാവം, ശിവം, മംഗളസ്വരൂപം. പട്ടിയിലും പൂച്ചയിലും കൃമികീടങ്ങളിലും പക്ഷിമൃഗാദികളിലും വൃക്ഷലതാദികളിലുമൊക്കെ ചൈതന്യ സ്വരൂപമായിട്ടിരിക്കുന്ന ആ ഏകമായ സർവേശ്വര ചൈതന്യം സർവാന്തര്യാമി. അതാണ് താൻ. ആ തന്നിൽ തിരിച്ചറിഞ്ഞ് സദാ സിനിമ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സിനിമയിലെ ചിത്രങ്ങൾ കാണാതെ ആ വെള്ള സ്ക്രീനിനെ തന്നെ കാണാൻ ശ്രമിക്കുന്നത് പോലെ, കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ ഞാൻ ഭാവത്തിൽ നിങ്ങൾ സർവകർമ്മങ്ങളിലും വ്യാപരിച്ച് കൊണ്ടിരിക്കുമ്പോഴും താൻ ഭാവത്തിൽ തന്നിൽ സാക്ഷി ചൈതന്യമായിട്ട് വർത്തിക്കുന്ന ആ ഈശ്വര ചൈതന്യത്തെക്കുറിച്ച് ആരുടെ മനസ്സിലാണോ സദാ ബോധമുള്ളത് അവൻ അതായിത്തീരുന്നു. അവന് മരണമില്ല, അവൻ മരിക്കുന്നില്ല. പിന്നെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ ബോധസ്വരൂപവുമായിട്ട് ഏകീഭവിക്കുന്നു. യഥാ നദ്യഃ സ്യന്തമാനാഃ സമുദ്രേ അസ്തം ഗച്ഛന്തി നാമരൂപേ വിഹായ തഥാ വിദ്വാൻ. ആരാ വിദ്വാൻ? ദാ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ ആരാണോ അറിഞ്ഞ് തൻ്റെ ഹൃദയത്തിൽ അതിനെ നിലനിർത്തുന്നത് അവനാണ് വിദ്വാൻ. ഇല്ലാതെ കുറേ പരീക്ഷ പാസ്സായിരിക്കും നടക്കുന്നവനല്ല. ഈ അറിവ് ആരാണോ സ്വായത്തമാക്കുന്നത് അങ്ങനെയുള്ളവൻ നാമരൂപാത് വിമുക്ത, നാമരൂപങ്ങളിൽ നിന്നും വിമുക്തമായി പരാത്പരം ഉപൈതി ദിവ്യം,
ആ ദിവ്യമായ പരബ്രഹ്മവുമായിട്ട് ഏകീഭവിക്കുന്നു. അതിനുള്ള മാർഗം ഇതുമാത്രം, തന്നിൽ താനായിരിക്കുക. തന്നിൽ താനായിരുന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രഹ്മമായിട്ട് മാറും. അവിടെ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ഭാവത്തിൽ നിന്ന് വിടർത്തി തന്നിലെ താൻ ഭാവത്തിലേക്ക് ഉദ്ധരിപ്പിച്ചാൽ മാത്രം മതി. പിന്നെ അത് ബ്രഹ്മമായിക്കൊണ്ടിരിക്കും. അത് ബ്രഹ്മം തന്നെയാണ്. മോക്ഷം അല്ലേ? മോക്ഷം എവിടുന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ ഇതാണ് മോക്ഷം. മോക്ഷനില ഇതാണ്. ഇതെവിടുന്നും കിട്ടുന്നതല്ല. അറിവിലൂടെ ഗ്രഹിച്ച് ഓരോരുത്തരും അതിലേക്ക് തൻ്റെ ശ്രദ്ധയെ ഉയർത്തി സ്ഥാപിക്കണം. തൻ്റെ പ്രജ്ഞയെ അതിൽ സ്ഥാപിക്കണം. അതാണ് സ്ഥിരപ്രജ്ഞൻ അല്ലേ? അതിൽ സ്ഥിതി ചെയ്താൽ സ്ഥിതപ്രജ്ഞൻ. ആർക്കും സാധിക്കും. ഇനി വലിയ വിദ്യാഭ്യാസമൊന്നും വേണ്ട. ഉയർന്ന കുലത്തിൽ ജനിക്കേണ്ട കാര്യമില്ല. ആണായാലും പെണ്ണായാലും ആർക്ക് ഇത് ബോധ്യപ്പെടുന്നുവോ, ആരാണോ സദാ ആ ശിവഭാവത്തിൽ, ശിവോഹം, അതാണ് ശിവോഹം ശിവോഹം ശിവോഹം. ശിവോഹം എന്ന് പറഞ്ഞാൽ ആ താൻ ഭാവത്തിൽ നിങ്ങൾ ഇരിക്കുന്നു എന്നർത്ഥം. ശിവസ്വരൂപമായിട്ടിരിക്കുന്നു, ആ മംഗളസ്വരൂപമായിട്ടിരിക്കുന്നു, എന്നിലെ സാക്ഷി സ്വരൂപമായിട്ടിരിക്കുന്നു. ഞാൻ അതാണ് എന്ന ബോധത്തിൽ തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്തിക്കൊണ്ട് എല്ലാ കർമ്മങ്ങളിലും വ്യാപരിച്ചുകൊള്ളൂ. ഒന്നിൽ നിന്നും ഒഴിയണ്ട. സ്വാമി മീൻ കൂട്ടാമോ? കൂട്ടിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. മീൻ കൂട്ടിയാലൊന്നും ഇതൊഴിഞ്ഞു പോകും. ഈ അറിവ് എങ്ങനെ ഇല്ലാതാകുന്നത്? നിങ്ങൾ മീൻ കൂട്ടി എന്ന് പറഞ്ഞിട്ട് ഞാൻ ബ്രഹ്മമാണ് എന്നുള്ള ആ അറിവ് എങ്ങനെ ഇല്ലാതാകുന്നത്? ആ രാജസ പദാർത്ഥങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്ന അവസരത്തിൽ അതിൻ്റെ ഗുണങ്ങൾ നമ്മെ മറ്റു പല വ്യാപാരങ്ങളിലേക്കും കൊണ്ടെത്തിക്കും. അതുകൊണ്ടാണ് അതൊക്കെ ഉപേക്ഷിക്കാൻ പറയുന്നത്. ഈ അറിവ് നിലയിലേക്ക് നിങ്ങൾ ഉയർന്നു കഴിഞ്ഞാൽ ആ ജ്ഞാനാഗ്നിയിൽ സർവവും, ജ്ഞാനാഗ്നിഹി സർവകർമാണി ഭസ്മസാത് കുരുതേ. ആ ജ്ഞാനാഗ്നി നമ്മുടെ ഉള്ളിൽ സദാ ജ്വലിച്ചു കൊണ്ടിരിക്കണം. എന്താ ജ്ഞാനാഗ്നി? ഞാൻ ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അത്. ഐ എം ദാറ്റ്. ആരുടെ പുസ്തകം? നിസർഗദത്ത് അല്ലേ? നിസർഗദത്ത് മഹാരാജിൻ്റെ പുസ്തകം ഐ എം ദാറ്റ് അല്ലേ? നിസർഗദത്ത് മഹാരാജ് അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ഐ എം ദാറ്റ്. നിങ്ങളും സ്വയം ഭാവന ചെയ്യണം. ഐ എം ദാറ്റ്, നോട്ട് ദിസ്. ദിസ് എന്ന് പറയുമ്പോൾ ഈ ശരീരമല്ല ഞാൻ. രമണ മഹർഷിയുടെ പുസ്തകങ്ങൾ മുഴുവനും നിങ്ങൾ വായിച്ചാൽ ഇത് മാത്രം. ഈ ശരീരമല്ല ഞാൻ, ഈ ശരീരമാണെന്നുള്ള ബോധത്തിലാണ് നിങ്ങളിരിക്കുന്നത് എങ്കിൽ ആർക്കാണ് ഈ ബോധമുള്ളത് എന്ന് അദ്ദേഹം ഉടനെ തിരിച്ചു ചോദിക്കും. ആർക്കാണ് ഈ ബോധമുള്ളത്? ഞാൻ. ആ ഞാൻ ആരാണ്? ഇപ്പോൾ ആ ഞാൻ ആരാണെന്ന് നിങ്ങളിപ്പോൾ മനസ്സിലാക്കി. ആരാ ഈ ഞാൻ? എന്നിലെ താൻ. രമണ മഹർഷി പറയുന്നത് അതാണ്. ആരാണ് ഈ ഞാൻ? അദ്ദേഹം എപ്പോഴും ചോദിക്കുന്നതാണ്. ഈ ഞാനിനെ വിചാരം ചെയ്യുക. ആരാണ് ഈ ഞാൻ? വിചാരം ചെയ്യുമ്പോൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു, ഞാൻ എന്നിലെ താൻ. തീർന്നു, ആധ്യാത്മികത തീർന്നു. ആരുടെ ശ്രദ്ധയാണോ അതായിട്ടിരിക്കുന്നത്. അതാണ് ആ ഉദാഹരണം പറഞ്ഞത്. യഥാ നദ്യഃ സ്യന്തമാനാഹ സമുദ്രേ അസ്തം ഗച്ഛന്തി നാമരൂപേ വിഹായ. അതുപോലെ നിങ്ങളും ഈ നാമരൂപത്തിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ജീവഭാവത്തിൽ സച്ചിദാനന്ദ സാഗരവുമായിട്ട് ഒഴുകിച്ചേരണം. ആ സച്ചിദാനന്ദ സാഗരമാണ് തന്നിലെ താൻ. അത് വേറെ എവിടെയെങ്കിലും പോയി നേടാനുള്ളതല്ല, നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കേണ്ടതാണ്. അത് നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ നടക്കൂ. വേറെ ആർക്കും ഒന്നും ചെയ്യാനൊക്കില്ല. ഗുരുവിന് നിങ്ങളുടെ ഉള്ളിൽ കയറി സംഭവിപ്പിക്കാൻ കഴിയുകയില്ല. നിങ്ങൾക്കിത് കേൾക്കാൻ സാധിക്കും. കേട്ട് ഈ അറിവിലേക്ക് നിങ്ങളെ ഉദ്ധരിപ്പിക്കണം. അതാണ് ഉദ്ധരേതാത്മനാത്മാനം. അതിനുള്ള അവസരം എല്ലാവർക്കും കിട്ടുകയില്ല, എപ്പോഴും കിട്ടുകയില്ല. അത് സുഹൃതികൾക്ക് മാത്രം.
സുകൃതികളെന്ന് പറഞ്ഞാൽ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുള്ള ആളുകൾ. ഏതാ സൽക്കർമ്മങ്ങൾ? മഹാവീർ പ്രസാദിൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞില്ലേ, തൻ്റെ പൂണുനൂരൂരി ആ കുട്ടിയുടെ കാലിൽ കെട്ടി. കൂടി നിന്നവരെല്ലാം ജാതിയിൽ കുറഞ്ഞവനെ തൊട്ടതിൻ്റെ പേരിൽ നിങ്ങൾക്ക് നരകം അനുഭവിക്കേണ്ടി വരും എന്ന് പരിഹസിക്കും. സൽക്കർമ്മങ്ങൾ. അതുപോലെ അക്ബർ ലക്നൗവിൽ നിന്ന് തൻ്റെ താവളം ഡൽഹിയിലേക്ക് മാറ്റുന്നതിന് എല്ലാം തയ്യാറായിട്ട് നിൽക്കുന്ന അവസരത്തിൽ ഇനി 2 മണിക്കൂർ മാത്രമേ ഉള്ളൂ താവളം മാറ്റുന്നതിന് വേണ്ടി. അദ്ദേഹത്തിൻ്റെ ടെൻറ്റിൻ്റെ മുകളിൽ അദ്ദേഹം വെളിയിൽ വിലാത്തിക്കൊണ്ടിരുന്നപ്പോൾ ആ ടെൻറ്റിൻ്റെ മുകളിലെ കൊടി ശരിയായിട്ട് പറക്കുന്നില്ല. എന്താണ് കാരണമെന്ന് അദ്ദേഹം ചോദിച്ചു. ഉടനെ തന്നെ അത് പരിശോധിച്ചപ്പോൾ ആ കൊടിക്ക് മുകളിൽ ഒരു പക്ഷി മുട്ടയിട്ട് ഇരിക്കുകയാണ്. ആ കൊടിയെ ചുരുട്ടി കൂടാക്കി അതിനകത്ത് മുട്ടയിട്ടിരിക്കുന്നത് കൊണ്ട് അത് ശരിക്ക് പറക്കുന്നില്ല എന്ന് മനസ്സിലായി. ഉടനെ തന്നെ 2 മണിക്കൂറേ ഉള്ളൂ അവിടുന്ന് താവളം മാറ്റാനായിട്ട്. ഉടനെ തന്നെ അവിടുത്തെ പരിചാരകർ പറഞ്ഞു ഉടനെ തന്നെ ആ കൊടി നേരെയാക്കാമെന്ന് പറഞ്ഞപ്പോൾ അക്ബർ പറഞ്ഞു, വേണ്ട, ആ കൊടി അനക്കണ്ട, ആ കൊടി അങ്ങനെ തന്നെ ഇരിക്കട്ടെ, ഈ ടെൻറ്റും അഴിക്കണ്ട. നമ്മളെല്ലാം 2 മണിക്കൂർ കഴിയുമ്പോൾ ഇവിടുന്ന് സ്ഥലം വിടുന്നു. ഇതിൻ്റെ ഉത്തരവാദികളായിരിക്കുന്ന അധികാരികളെ വിളിച്ച് ആ മുട്ട വിരിഞ്ഞ് ആ കുഞ്ഞുങ്ങൾ പറക്കാനാകുന്നത് വരെ അതിനെ സംരക്ഷിക്കണമെന്നുള്ള ചുമതല അദ്ദേഹം അവർക്ക് ഏൽപ്പിച്ചിട്ടാണ് അക്ബർ അവിടുന്ന് പോയത്. ഇതാണ് കർമ്മം, സൽക്കർമ്മങ്ങൾ, സുകൃതികൾ എന്ന് പറഞ്ഞില്ലേ. ആ തരത്തിലുള്ള കർമ്മങ്ങൾ നിങ്ങൾ മുൻ ജന്മങ്ങളിൽ ധാരാളം ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് ഇത് കേൾക്കാൻ സാധിക്കുന്നത്. ശ്രവണായ ബഹുബർ യോ നലഭ്യ, കേൾക്കാൻ പോലും കിട്ടുകയില്ല. അപ്പോൾ ഇത് കേൾക്കുന്ന ആ സന്ദർഭത്തെ പാഴാക്കി കളയാതെ നിരന്തര വിചാരത്തിലൂടെ വീട്ടിലൊന്നും ഒരു കുഴപ്പവും ഉണ്ടാക്കാതെ, ദാറ്റ് ഈസ് ആൻ ആർട്ട്. തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഭാവം സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിലെ തിരശീലയെ ഭാവനയിലൂടെ കാണാൻ കഴിയുന്നത് പോലെ ലൗകികത്തിലെ സർവകർമ്മങ്ങളിലും വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭർത്താവ്, മക്കൾ, കുടുംബം എല്ലാവരുടെയും കാര്യങ്ങൾ ശ്രദ്ധാപൂർവം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നതിന് ഇടയിൽ കൂടിയും തന്നെ സദാ ആരാണോ കണ്ടുകൊണ്ടിരിക്കുന്നത്, ആ ഭാവത്തിലേക്ക് ആരാണോ തൻ്റെ ശ്രദ്ധയെ സദാ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്, ആരുടെ ഉള്ളിലാണോ ശിവോഹം 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 എന്ന മന്ത്രം സദാ ഉയർന്നുകൊണ്ടിരിക്കുന്നത്, മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്, അവർ മാത്രമേ അതിലേക്ക് എത്തുകയുള്ളൂ. സ്വാമി, മന്ത്രം മുഴക്കാതിരുന്നാൽ എത്തുകില്ലേ? തീർച്ചയായിട്ടും മന്ത്രം മുഴക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ ഭാവം മാർക്ക് സദാ നിലനിർത്താൻ കഴിയുമോ? ദാറ്റ് ഈസ് ഇനഫ്. നിങ്ങൾ മന്ത്രം മുഴക്കണമെന്നൊന്നുമില്ല. മന്ത്രം മുഴക്കാതെ തന്നെ ആർക്കാണോ ഈ ഭാവം തന്നിൽ സദാ നിലനിർത്താൻ കഴിയുന്നത്? ഏത് ഭാവം? ഐ എം ദാറ്റ്, ഞാൻ അതാണ്. ഏത്? എന്നിലെ താൻ, നോട്ട് എന്നിലെ ഞാൻ. അതാണ് ജ്ഞാനസ്നാനം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അജ്ഞാനമലഭംഗം യക്ഷാളയ ജ്ഞാനതോയത. ജ്ഞാന ജലം ഉപയോഗിച്ച് ഏതൊരാളാണോ തന്നിലെ അജ്ഞാനത്തെ കഴുകിക്കളയുന്നത്, സ ഏവ സർവദാ ശുദ്ധോ ന അന്യ കർമ്മരതോ ഹി. കർമ്മത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന മറ്റാരുമല്ല. ഇത് നേടിക്കളയാമെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നടക്കുന്ന ആർക്കും ഇതിലേക്ക് എത്താൻ കഴിയുകയില്ല. ഏതൊരാളിൻ്റെ ഉള്ളിലാണോ ഈ അറിവിലേക്ക് ഉണർന്ന് ആ ഭാവം സദാ ജ്വലിച്ചു നിൽക്കുന്നത്, അവർക്ക് മാത്രമേ ഇതിലേക്ക് ഉയരാൻ സാധിക്കുകയുള്ളൂ. ഇത് ജാബാല ദർശനോപനിഷത്തിലെ മന്ത്രമാണ്. അജ്ഞാനമലപങ്കം യ ക്ഷാളയേത്
ജ്ഞാനതോയതഃ സ ഏവ സർവദാ ശുദ്ധോ ന അന്യഃ കർമ്മരതോ ഹി സഹ. കർമ്മരതന്മാരായിട്ടുണ്ട് ഉള്ള മറ്റുള്ള ആളുകളല്ല എന്ന് പറഞ്ഞാൽ കർമ്മത്തിൽ മാത്രം നിരന്തരമായിട്ട് എന്താ കർമ്മങ്ങൾ ഇല്ലേ? ആധ്യാത്മികതയിൽ എന്തെല്ലാം കർമ്മങ്ങളുണ്ട്, പൂജ, ദാനം, ഇല്ലേ, ധ്യാനം എന്നൊക്കെ പറയുന്ന കർമ്മങ്ങൾ, അതൊക്കെ നല്ലതാണ്. അതൊക്കെ സർവകർമാണി ചിത്തശുദ്ധ്യർത്ഥം വസ്തുസിദ്ധിർ വിചാരേണ. എന്താ വിചാരം? ഈ കർമ്മത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ, ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് കർമ്മരഹിതനായിട്ട് ഈ ശരീരത്തിൽ സാക്ഷിഭാവത്തിലിരിക്കുന്ന ആ ചൈതന്യ സ്വരൂപം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന ബോധത്തിലേക്ക് ഉണർന്ന് ആരുടെ ശ്രദ്ധയാണോ അതിലേക്ക് സദാ ജ്വലിച്ചു കൊണ്ടിരിക്കുന്നത്, സദാ സ്ഫുരിച്ചു കൊണ്ടിരിക്കുന്നത്, ആ ഭാവത്തിൽ ആരാണോ തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് അവൻ അതായിത്തീരും. യദ്ഭാവോ തദ്ഭവതു. ഇതാണ് സാക്ഷാത്കാരത്തിനുള്ള മാർഗം. വേറെ മാർഗമൊന്നുമില്ലേ? ഉണ്ടെങ്കിൽ പറയൂ, ഉണ്ടെങ്കിൽ പറയാം. വേറെ മാർഗം, ഇതിനേക്കാളും എളുപ്പമുള്ള മാർഗം ഉണ്ട് സ്വാമി, ഇതാ പിടിച്ചോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. വേറെ മാർഗമില്ല. ഈ ഒറ്റ മാർഗമേ ഉള്ളൂ, നിസ്സാരമായ മാർഗം, ഒന്നും കളയാനില്ല. ബി വിത്ത് എവ്രിതിങ്, ബി ഇൻ ദ വേൾഡ്. ഈ ലൗകികത്തിലിരുന്നു കൊണ്ട് എല്ലാം അനുഭവിച്ചുകൊണ്ട്, എല്ലാം അനുഭവിക്കാമോ സ്വാമി? എല്ലാം അനുഭവിച്ചുകൊണ്ട്, ദാറ്റ് ഈസ് യുവർ പ്രാരബ്ധ. നിങ്ങൾ എന്തെല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുവോ അതെല്ലാം നിങ്ങൾക്ക് അനുഭവിക്കാനുള്ളതാണ്. അതിനു വേണ്ടിയാണ് നിങ്ങൾ ജനിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് പ്രാരബ്ധ. അത് അനുഭവിച്ചു തന്നെ തീർക്കണം. ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ആരാണോ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സ്ക്രീനിനെ ഭാവനയിലൂടെ കാണുന്നത്, അതുപോലെ ഈ ലൗകിക അനുഭവങ്ങൾക്ക് നടുവിലിരുന്നു കൊണ്ട് അതെല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ തന്നിൽ അനുഭവിക്കാതെ സാക്ഷിഭാവത്തിലിരിക്കുന്ന തന്നിലെ തന്നെ ആർക്ക് ഭാവനയിലൂടെ കാണാൻ സാധിക്കുന്നുവോ, അതാകാൻ സാധിക്കുന്നുവോ, അവനാണ് മോക്ഷപ്രാപ്തനാകുന്നത്. അതായിത്തീരണം. ദാറ്റ് ഈസ് മോക്ഷം. അവന് ഇനി ജന്മമില്ല. കാരണം നിങ്ങൾ അതായി മാറിക്കഴിഞ്ഞാൽ അത് അമരസ്വരൂപം, തന്നിലെ താൻ മരണമില്ലാത്ത വസ്തു, അമരസ്വരൂപം. അതുമായിട്ട് നിങ്ങൾ യോജിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മരണമില്ലാത്തവനായിത്തീരുന്നു. ദാറ്റ് ഈസ്, അതാണ് ജനിമൃതികളിൽ നിന്നുള്ള മോചനം. ദാറ്റ് ഈസ് മുക്തി, മോക്ഷം. വേറെ എങ്ങനെ കിട്ടുന്നത്? മോക്ഷത്തിനുള്ള ഒരേ ഒരു മാർഗം ഇത് മാത്രം. അവനവനിൽ കൂടി മാത്രമേ അത് സാധ്യമാകൂ. പഞ്ചദശിയിൽ വിദ്യാരണ്യസ്വാമികൾ പറയുന്ന ഒരു മന്ത്രം, ജാഗര സ്വപ്ന സുഷുപ്തീനാം ആഗമാപായ ഭാസനം യതോ ഭവത്യസാവാത്മാ സ്വപ്രകാശ ചിദാത്മക. ആ തന്നിലെ തൻ്റെ യഥാർത്ഥ സ്വരൂപം, ആ ആത്മചൈതന്യം, ജാഗ്രത സ്വപ്ന സുഷുപ്തികൾ ഒക്കെ എവിടെയാണോ ഉണ്ടായി നിലനിന്ന് ഇല്ലാതാകുന്നത്, ആ സ്ഥാനമാണ് യതോ ഭവത്യാത്മാ സ്വപ്രകാശ ചിദാത്മക. അവരവരുടെ പ്രകാശസ്വരൂപം, സ്വപ്രകാശസ്വരൂപം ആയ ആ ചിത് സ്വരൂപം, ആത്മസ്വരൂപം, അത് തന്നിലെ താൻ തന്നിലുണ്ടായിട്ടും നമ്മൾ അറിയാതെ ഇങ്ങനെ അലഞ്ഞു നടക്കുകയാണ്. ആത്മസാക്ഷാത്കാരം എവിടുന്നെങ്കിലും കിട്ടും എന്ന് പറഞ്ഞു. വെളിയിൽ നിന്ന് എവിടുന്നും കിട്ടുകയില്ല. അവനവനിൽ തന്നെയുള്ള ആ ആത്മചൈതന്യത്തെക്കുറിച്ച് ബോധവാനായി നിങ്ങൾ അതുമായിട്ട് യോജിക്കണം. ദറ്റ് ഈസ് കാൾഡ് യോഗ. ഇത് പഞ്ചദശിയിൽ വിദ്യാരണ്യസ്വാമികൾ പറഞ്ഞിരിക്കുന്നതാണ്.
തേജോബിന്ദുപനിഷത്തിൽ പറയുന്നത് അഹം ബ്രഹ്മേതി നിശ്ചിത്യ അഹംഭാവം പരിത്യജ്യ സർവമേവ ലയം യാതി സുപ്താഹസ്തസ്ത പുഷ്പവത്. ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന കുട്ടിയുടെ കയ്യിൽ ഒരു പൂവുണ്ടായിരുന്നു. ആ ഉറക്കത്തിലേക്ക് ലയിച്ചു കഴിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് പൂവ് ഏതു പ്രകാരമാണോ താഴെ വീണ് പോകുന്നത്, അതുപോലെ അഹം ബ്രഹ്മേതി നിശ്ചിത്യ, ഞാൻ എന്നിലെ താനാണ് എന്ന് ബോധിച്ച് ആ താൻ തന്നെയാണ് ബ്രഹ്മം. അഹം ബ്രഹ്മേതി നിശ്ചിത്യ അഹംഭാവം പരിത്യജ്യ. എന്താ അഹംഭാവം? ഞാൻ. എന്നിൽ ഞാനാണെന്നുള്ള ഭാവത്തെ ആരാണോ ഒഴിവാക്കുന്നത്, ഒഴിവാക്കണമെങ്കിൽ തന്നിലെ തന്നെക്കുറിച്ച് ബോധവാനായിരിക്കണം. അതാണ് ബ്രഹ്മം. അഹം ബ്രഹ്മേതി നിശ്ചിത്യ അഹംഭാവം പരിത്യജ്യ സർവമേവ ലയം യാതി. എല്ലാം സർവവുമില്ല, നിങ്ങളിലെ സർവ വ്യാപാരങ്ങളും ഉള്ളപ്പോൾ തന്നെ ഇല്ലാതായിത്തീരും. സർവമേവ ലയം യാതി സുപ്താഹസ്തസ്ത പുഷ്പവത്. ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ആളിൻ്റെ കയ്യിലിരിക്കുന്ന പൂവ് ഏതു പ്രകാരമാണോ അയാൾ അറിയാതെ നിലത്ത് വീഴുന്നത്, അതുപോലെ തന്നിലെ താനിലേക്കുയർന്ന് ആ താൻ ഭാവത്തിലേക്ക് ആരുടെ ശ്രദ്ധയാണോ നിരന്തര വിചാരത്തിലൂടെ ഉറയ്ക്കുന്നത്, ഈട്ടിത്തടിയുടെ കറുപ്പ് പോലെ. ഈട്ടിത്തടിയുടെ കറുപ്പ് ഏതു പ്രകാരമാണോ കാലക്രമത്തിലൂടെ അത് വർദ്ധിക്കുന്നത്, അതുപോലെ നിരന്തര വിചാരത്തിലൂടെ ആരുടെ ശ്രദ്ധയാണോ അതിലേക്ക് ഉയരുന്നത്, അയാളുടെ സർവകർമ്മങ്ങളും അയാൾ അറിയാതെ തന്നെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ആളിൻ്റെ കയ്യിലിരിക്കുന്ന പൂവ് താഴെ വീഴുന്നത് പോലെ അയാൾ സർവകർമ്മങ്ങളിൽ നിന്നും മോചിതനായിത്തീരും. ആ ശിവം ജാബാലദർശനോപനിഷത്തിൽ സാമവേദത്തിൽ പറയുന്നു, ശിവമാത്മനി പശ്യന്തി പ്രതിമാസു ന യോഗിനഃ. ഈ അറിവിലേക്ക് നിങ്ങൾ ഉണർന്ന് അതുമായിട്ട് യോജിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി നിങ്ങൾ വിചാരം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആരാണ്? യോഗി. ആരാണ് യോഗി? നിങ്ങൾ തന്നിലെ തന്നെക്കുറിച്ച് ബോധവാനായി അതാണ് താനെന്ന് ബോധിച്ച് ആ ഭാവത്തിലേക്ക് തന്നെ നിരന്തര വിചാരത്തിലൂടെ ശിവോഹം 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 എന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നിലെ താനായിട്ട് ഉയർന്നുകൊണ്ട് ഇരിക്കുന്നു എങ്കിൽ യു ആർ എ യോഗി. നിങ്ങളൊരു യോഗിയാണ്. ശിവമാത്മനി പശ്യന്തി. ആ ശിവം തന്നിലെ താൻ, അതാണ് ശിവമാത്മനി പശ്യന്തി പ്രതിമാസു ന യോഗിനഃ. ആ മംഗളസ്വരൂപം ചൈതന്യ സ്വരൂപത്തെ അമ്പലങ്ങളിലുള്ള വിഗ്രഹങ്ങളിൽ അയാൾ കാണുകയില്ല. ഈ അറിവിലേക്ക് ഉണർന്നിട്ടുള്ള ഒരാൾ ആ ഈശ്വര സ്വരൂപം തന്നിൽ താനായിരിക്കുന്നു എന്ന് അറിയാത്ത ആളിനു വേണ്ടിയാണ് അമ്പലത്തിൽ വിഗ്രഹങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത്. അജ്ഞാനം ഭാവനാർത്ഥായ പ്രതിമാ പരികൽപ്പിത. അജ്ഞാനികൾക്ക് വേണ്ടിയാണ് അമ്പലങ്ങളും വിഗ്രഹങ്ങളും ഒക്കെ സ്ഥാപിച്ചിരിക്കുന്നത്. നമ്മൾ അതിൽ നിന്ന് ഉയർന്ന് ആ ഈശ്വര സ്വരൂപത്തെ തന്നിൽ ദർശിക്കുന്നു. തന്നിലെ താനായിട്ട് ആ ഈശ്വര സ്വരൂപത്തെ കാണുന്നു. കാണുക മാത്രമല്ല, തന്നിൽ താനായിട്ട് മാറുകയും ചെയ്യുന്നു, ഈശ്വരനായിട്ട് മാറുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറയാനുള്ള ചങ്കൂറ്റം നമുക്ക് കിട്ടുന്നത്. അഹം ബ്രഹ്മാസ്മി, ആ ബ്രഹ്മം ഞാൻ തന്നെയാവുന്നു. ഞാനാകണമെങ്കിൽ ആ അനുഭവ നിലയിലേക്ക് നിങ്ങൾ ഓരോരുത്തരും, അതാണ് ഇവിടെ പറയുന്നത്, ശിവമാത്മനി പശ്യന്തി പ്രതിമാസു ന യോഗിനഃ അജ്ഞാനാം ഭാവനാർത്ഥായ പ്രതിമാ പരികൽപ്പിത. ഈ പ്രതിമകളൊക്കെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അജ്ഞാനികൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ കേൾക്കുന്ന കാര്യം നിങ്ങളുടെ ഉള്ളിലേക്ക് പകർത്തി നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ആ ഈശ്വര സ്വരൂപത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ നിരന്തര വിചാരത്തിലൂടെ ഉയർന്ന്
അതായിട്ട് മാറാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സത്സംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഓ